മറ്റൊരാൾക്ക് ഒരു അനുഗ്രഹമുണ്ടായി എന്നറിയുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവാറുണ്ടോ? അയാൾക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ നമുക്കും സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ടോ? ഇതിനെയാണ് അസൂയ എന്ന് പറയുക. അസൂയ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണവും കൊണ്ടുവരികയില്ല. മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ അത് നശിപ്പിക്കാനേ കാരണമാവുകയുള്ളൂ. രണ്ട് സുഹൃത്തുക്കളായ കഴുകന്മാർ, ഒരാൾക്ക് നന്നായി പറക്കാൻ സാധിക്കും, മറ്റേയാൾക്ക് അത്ര തന്നെ സാധിക്കുകയില്ല. പറക്കാൻ കഴിയാത്ത കഴുകൻ പറക്കുന്ന കഴുകനോട് അസൂയ. ഈ കഴുകൻ ഒരു വേട്ടക്കാരനെ സമീപിച്ചു പറക്കുന്ന കഴുകനെ അമ്പെയ്ത് വീഴ്ത്താൻ ആവശ്യപ്പെട്ടു. വേട്ടക്കാരൻ ഉടൻ പറഞ്ഞു, അത്രയും ദൂരം അമ്പെയ്യാൻ എനിക്ക് തൂവലുകൾ ആവശ്യമാണ്. തൻ്റെ രണ്ട് ചിറകുകളും ഇടർത്തി ഇഷ്ടം പോലെ തൂവലുകൾ നിങ്ങൾക്ക് എടുക്കാമെന്ന് ഈ കഴുകൻ പറഞ്ഞു. അങ്ങനെ ഓരോ തവണയും അമ്പെയ്യുമ്പോഴും പരാജയപ്പെടും. ഓരോ തവണയും കൂടുതൽ കൂടുതൽ തൂവലുകൾ വേട്ടക്കാരൻ ആവശ്യപ്പെട്ടു. അവസാനം എല്ലാ അമ്പെയ്ത്തുകളും പരാജയപ്പെട്ടപ്പോൾ ഈ കഴുകൻ, ഇത്രയും തൂവലുകൾ എന്നിൽ നിന്നും എടുത്തിട്ടും എൻ്റെ ശത്രുവിനെ നിനക്ക് വീഴ്ത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആക്രോശിക്കവേ ഈ വേട്ടക്കാരൻ പറഞ്ഞു, എനിക്കെന്തിനാണ് ഇനി ആ കഴുകൻ, എൻ്റെ ഉച്ചഭക്ഷണത്തിനായി നീയുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഈ കഴുകന് തൻ്റെ ജീവിതത്തിൽ പറ്റിയ വലിയ അമളിയെപ്പറ്റി ബോധം വന്നത്. ഇതുപോലെ തന്നെയാണ് അസൂയ വെക്കുന്നയാളുടെ ജീവിതവും. മറ്റൊരാളുടെ അനുഗ്രഹത്തിൽ അസൂയപ്പെട്ട് അത് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അനുഗ്രഹങ്ങളും പെയ്തിറങ്ങുകയില്ല. ഒരാൾക്ക് ഒരു സന്തോഷമുണ്ടാകുമ്പോൾ മാഷാ അല്ലാ, തബാറക്കല്ലാ എന്നീ വാക്കുകൾ കൊണ്ട് അയാളുടെ സന്തോഷത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുക. കാരണം അപ്പോഴാണ് നമ്മുടെ മനസ്സ് വിശാലമാവുക. വിശാലമായ മനസ്സിലേക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുക. ഉടുസായ മനസ്സുകൾ തേടി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വരികയില്ല.